സർക്കാരിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചരണങ്ങളെ പ്രതിരോധിക്കുന്നതിനും സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ട കാര്യം സഖാക്കൾ നിർദ്ദേശിക്കുകയുണ്ടായി. സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന സാംസ്കാരിക ദേശീയതയെ പ്രതിരോധിക്കുന്നതിന് പ്രാദേശികമായ ചരിത്രത്തെയും സംസ്കാരത്തെയും ജീവിതത്തെയും പരിചയപ്പെടുത്തുന്ന വിപുലമായ ചരിത്രരചന ഇപ്പോൾ ചില ജില്ലകളിൽ മാത്രമാണ്, കൊല്ലം പോലെയുള്ള മലപ്പുറം പോലെയുള്ള ജില്ലകളിലാണ് പൂർത്തിയാക്കാനായത്. എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ചരിത്രരചനയും പുസ്തകരചനയും വരും തലമുറക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കാനാവേണ്ടതുണ്ട് എന്ന കാര്യം സഖാക്കൾ എടുത്തു പറഞ്ഞു. ജനങ്ങളുടെയും പാർട്ടി കേഡർമാരുടെയും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത സമ്മേളനം ചൂണ്ടിക്കാണിച്ചു. ജനകീയ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ കാര്യം അടിവരയിട്ട് പ്രതിനിധി സഖാക്കൾ ചർച്ചയിൽ ഉന്നയിക്കുകയുണ്ടായി. ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്തേണ്ടുന്നതിൻ്റെ കാര്യം പ്രാധാന്യം റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. ആ നിർദ്ദേശത്തിന് പൂർണ്ണമായ പിന്തുണയാണ് സഖാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായ ഇടപെടലുകൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് സംഘടിപ്പിക്കേണ്ട കാര്യവും ചൂണ്ടിക്കാണിച്ചു. പുതിയ തലമുറയെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നതിന് സാധിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ശക്തിപ്പെടുത്താനാവേണ്ടതുണ്ട് എന്ന കാര്യവും റിപ്പോർട്ടിൻ്റെ ചർച്ചയിൽ സഖാക്കൾ പറഞ്ഞു. തെറ്റിദ്ധാരണ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നവകേരള അതിൻ്റെ പുതുവഴികൾ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്, രേഖ അവതരിപ്പിച്ച് കഴിഞ്ഞതാണ്, അതിൻ്റെ രത്നച്ചുരുക്കം ഞാൻ ഇന്നലെ വിശദീകരിച്ചതാണ്. പക്ഷേ അതിൻ്റെ ആ സ്പിരിറ്റിലല്ല ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുള്ളത്. ഞാൻ പേരൊന്നും പറയുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് കടുത്ത അവഗണനയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അർഹതപ്പെട്ട വിഹിതം കൃത്യമായിട്ട് തരാതിരിക്കുക, വയനാട് ദുരന്തം പോലും സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുക, ബജറ്റിൻ്റെ ഭാഗമായിട്ട് 39,800 കോടിയുടെ കുറവാണ് കേരളത്തിൽ വരുത്തിയിട്ടുള്ളത്. നികുതി വിഹിതം, വായ്പാ ഗ്രാൻറ്റ് എന്നിവയിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കുന്നതിന് കൂടുതൽ വിഭവ സമാഹരണ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവുക, ആ വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കിഫ്ബിയെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 90,000 കോടി ഉറുപ്പികയുടെ പദ്ധതികളാണ് പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെ വികസിക്കുന്നതിന്, നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ വരുന്നതിനിടയാക്കിയിട്ടുള്ള കിഫ്ബി ഇടപെടൽ. അപ്പോൾ ജനജീവിതത്തെ തുടർച്ചയായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാതെ അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. അതിനാവശ്യമായ പണമില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മുരടിപ്പാണ് ഉണ്ടാവുക. ഇതിനെല്ലാം പണം ആവശ്യമാണ്. അതിനുള്ള മാർഗമാണ് രേഖ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. പൊതുവായ സമ്പദ്ഘടനയുടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ജനക്ഷേമ കാര്യങ്ങളും
പൊതുവികസനവും നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും വിഭവ സമാഹരണം കൂട്ടണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശ്രമങ്ങളെല്ലാം ജനങ്ങൾക്കെതിരാണെന്ന ബോധ്യം സൃഷ്ടിക്കുകയാണ് മാധ്യമങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. അത് കേരളത്തിനെതിരായ പ്രചാരവേലയാണ്. എന്തു ചെയ്താലും അതിൻ്റെ ഒരു നെഗറ്റീവ് കണ്ടെത്താനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, മാധ്യമങ്ങൾ ആ രീതിയിലുള്ള ഒരു ശ്രമമല്ല യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള, ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ വിഭവ സമാഹരണം നടത്താൻ കഴിയുമെന്ന രേഖയിൽ പറഞ്ഞ കാര്യങ്ങളോട് പൊതുവെ യോജിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ കേരളം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ചില മാധ്യമങ്ങൾ അതിൽ നിന്ന് വിഭിന്നമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ആഭ്യന്തര വിഭവ സമാഹരണം വർദ്ധിപ്പിക്കുക എന്നത് കേരളം മുന്നോട്ടേക്ക് വെക്കുന്ന ബദൽ നയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ചേർന്ന് നാടിൻ്റെ പൊതുവായ വികസനത്തിന് കൈകോർക്കണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ഇതിലെന്ത് ജനവിരുദ്ധതയാണ് ഉള്ളത്? ജവഹർലാൽ നെഹ്റു മുമ്പ് തന്നെ പറഞ്ഞത് സഹകരണ സംഘങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രഷറിയായിട്ട് പ്രവർത്തിക്കണമെന്നാണ്. പക്ഷെ നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഒരു ഉള്ളടക്കത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ പ്രസ്ഥാനങ്ങളും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ഇനിയും ഇപ്പോൾ 5 ലക്ഷത്തിലധികം വീട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ. ഇനിയും നമുക്ക് വീട് കൊടുക്കേണ്ടിയുണ്ട് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ. അങ്ങനെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനവുമായി ചേർന്ന് അവിടെ നിന്നുള്ള പണം കൂടി ഉപയോഗപ്പെടുത്തി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് ഉൾപ്പെടെ പിന്നീട് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യം വന്നാൽ വളരെ വേഗം ഈ വീട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഏറ്റവും ആദ്യം സാധിക്കുന്ന പരിപാടി ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെയുള്ള ഒരുപാട് പരാതികൾ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ജനവിരുദ്ധതയും ഇല്ലെന്ന് മാത്രമല്ല, ജനക്ഷേമകരമായ കാര്യങ്ങളാണ്. പിന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ പ്രവാസി നിക്ഷേപങ്ങൾ നാടിൻ്റെ വികസനത്തിന് അനുയോജ്യമായ തരത്തിൽ ഉപയോഗിക്കുന്നതാണ് മറ്റൊരു നിർദ്ദേശം. അതും സ്വാഭാവികമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഒന്നല്ല. ജനങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രയാസവും ഉണ്ടാകുന്ന കാര്യമല്ല.